Momma's dishwash liquid. Soft on hands. ദൈവം ഒരു കള്ളന്റെ രൂപത്തിൽ അവതരിക്കുകയായിരുന്നു. 28 വർഷങ്ങൾക്ക് ശേഷം സിസ്റ്റർ അഭയ കൊലക്കേസിൽ ഇന്ന് നീതി വിജയിച്ചപ്പോൾ ദൈവമായി പ്രത്യക്ഷപ്പെട്ട ഒരു കള്ളനുണ്ട്, രാജു. എല്ലാ തെളിവുകളും സാഹചര്യങ്ങളും പ്രതികൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയപ്പോൾ രാജു ദൈവമായി പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ഒരു കള്ളം പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സത്യം മറച്ചു വെച്ചിരുന്നെങ്കിൽ തൻ്റെ 3 സെന്റ് സ്ഥലത്തെ കൊച്ചു വീടിനു പകരം ഇന്ന് മണിമാളിക ഉയർന്നേനെ. ഏക്കർ കണക്കിന് നീളുന്ന ഭൂമിയിൽ തൻ്റെ സാമ്രാജ്യം കെട്ടിയുയർത്താൻ സാധിച്ചേനെ. പക്ഷെ കള്ളൻ സത്യത്തോടൊപ്പം നിലകൊണ്ടു. എനിക്ക് 3 പെൺമക്കളുണ്ട്. ആ 3 പെൺമക്കളുടെ സ്ഥാനത്താണ് ഞാൻ സിസ്റ്റർ അഭയെ കണ്ടത്. എൻ്റെ പെൺമക്കൾക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് ഞാൻ സത്യത്തോടൊപ്പം നിന്നത്. അന്ന് കോൺവെന്റിൽ എന്നെ എത്തിച്ചത് ദൈവമാണ്. എനിക്കും പെൺമക്കളുണ്ട്, എൻ്റെ അയൽവക്കത്തും പെൺമക്കളുണ്ട്. എല്ലാവർക്കും നീതി കിട്ടണം. ഞാനിന്ന് ഹാപ്പിയാണ്. സിസ്റ്റർ അഭയെ എൻ്റെ മകളായിട്ടാണ് ഞാൻ കണ്ടത്. ആ കുഞ്ഞിൻ്റെ അപ്പനായിട്ട് പറയുക, ഞാനിന്ന് ഹാപ്പിയാണ്. രാജുവിൻ്റെ ഈ വാക്കുകൾ ഓരോ മലയാളിയുടെയും മനസ്സിൽ നിന്ന് ഒരിക്കലുമായില്ല. കോടികൾ നിരസിച്ച പോലീസിന്റെ കൊടും ക്രൂരതകൾ സഹിച്ച് ഒരു പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുത്ത രാജുവിൻ്റെ കഥ കൂടി നിങ്ങൾ കേൾക്കണം. കോട്ടയം ജ്ഞാനായ കാത്തോലിക്ക രൂപതയുടെ കീഴിലുള്ള പയസ് 10th കോൺവെന്റിലാണ് 1992 മാർച്ച് 27 സിസ്റ്റർ അഭയ എന്ന 2ാം വർഷ PhD വിദ്യാർത്ഥിനിയെ കോൺവെന്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഭയ കൊലക്കേസിൽ പ്രതികളെ സംരക്ഷിക്കുന്നതിനായി ആദ്യഘട്ടം മുതൽ നിരവധി ഉന്നതതല ഇടപെടലുകളാണ് നടന്നത്. അഭയ ആത്മഹത്യ ചെയ്തതാണെന്ന ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്, സാക്ഷികളുടെ കൂറുമാറ്റം, തെളിവുകൾ നശിപ്പിക്കപ്പെട്ടത്, മൊഴികളും അന്വേഷണ റിപ്പോർട്ടുകളും തിരുത്തപ്പെട്ടത് തുടങ്ങി എല്ലാ സാഹചര്യങ്ങളും സിസ്റ്റർ അഭയ കേസിലെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കിയപ്പോഴാണ് കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി സംഭവം നടന്ന ദിവസം അഭയ കൊല്ലപ്പെട്ട കോൺവെന്റിൽ മോഷണത്തിനായി എത്തിയ മോഷ്ടാവ് രാജു. സിസ്റ്റർ അഭയ കൊല്ലപ്പെടുന്ന രാത്രി രാജു മോഷണത്തിന് കയറുമ്പോൾ കോൺവെന്റിന്റെ ഗോവണയിൽ 2 പുരുഷന്മാരെ കണ്ടുവെന്നും അതിലൊന്ന് ഇപ്പോൾ കുറ്റക്കാരനായി കണ്ടെത്തിയ ഫാദർ തോമസ് കോട്ടൂർ ആയിരുന്നു എന്നുമാണ് രാജു മൊഴി നൽകിയത്. അന്ന് മോഷണം നടത്താതെ തിരിച്ചുപോയെന്നും പിറ്റേന്ന് രാവിലെ മഠത്തിന് പുറത്ത് പോലീസിനെയും ഫയർഫോഴ്സിനെയും കണ്ടപ്പോഴാണ് മരണം അറിഞ്ഞതെന്നും രാജു മൊഴി നൽകിയിരുന്നു. അങ്ങനെയാണ് അഭയുടേത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് വ്യക്തമാകുന്നത്. കേസിൽ പ്രധാനപ്പെട്ട പല സാക്ഷികളും കൂറുമാറിയെങ്കിലും രാജു കേസിന്റെ ആദ്യാവസാനത്തിൽ തന്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ രാജു അനുഭവിച്ച ദുരിതങ്ങൾ ഏറെയാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത രാജുവിന് 65 ദിവസത്തോളം ക്രൂരമായ ശാരീരിക പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു. SP മൈക്കിളിന്റെ നേതൃത്വത്തിൽ തന്നെ 3ാം മുറയടക്കമുള്ള മർദ്ദനങ്ങളിലൂടെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും സത്യം പറയാതിരുന്നാൽ വീടും ഭാര്യയ്ക്ക് ജോലിയും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വാഗ്ദാനം ചെയ്തുവെന്നും രാജു വെളിപ്പെടുത്തിയിരുന്നു. ഒരു കള്ളന്റെ മൊഴിയെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന കേസിൽ പ്രതിഭാഗം വാദിച്ചപ്പോൾ കള്ളനാണെങ്കിലും താൻ പറയുന്നത് സത്യമെന്നായിരുന്നു രാജു കോടതിയിൽ വിളിച്ചു പറഞ്ഞത്. 2008 നവംബർ 18, 19 തീയതികളിലാണ് കേസിൽ നിലവിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവരെ തെളിവില്ലാത്തതിനാൽ കോടതി നേരത്തെ വിട്ടയച്ച ഫാദർ ജോസ് പ്രതിക്കലിനെയും CBI പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്യുന്നത്. പ്രതികൾ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടത് അഭയ കാണാനിടയായതിനെ തുടർന്ന് അഭയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു CBI കുറ്റപത്രം. സംഭവം നടന്ന് 1/4 നൂറ്റാണ്ടിന് ശേഷം, അതായത് 2019 ഓഗസ്റ്റ് 26 കേസിൽ വിചാരണ തുടങ്ങിയത്. ആകെ 177 സാക്ഷികൾ ഉണ്ടായിരുന്നെങ്കിലും 49 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. പയസ് 10th കോൺവെന്റിന് സമീപം താമസിക്കുന്ന സഞ്ജു P. മാത്യു, അഭയയുടെ മുറിയിൽ താമസിച്ചിരുന്ന സിസ്റ്റർ അനുപമ എന്നിവരുൾപ്പെടെയുള്ള മുഖ്യ സാക്ഷികളുടെ കൂറുമാറ്റം CBIക്ക് തിരിച്ചടിയായെങ്കിലും സംഭവ ദിവസം 1ാം പ്രതി തോമസ് കോട്ടൂരിനെ കോൺവെന്റിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെന്ന മോഷ്ടാവ് രാജുവിന്റെ മൊഴി സാക്ഷി വിസ്താരത്തിൽ നിർണായകമാവുകയായിരുന്നു. ഇതാണ് പ്രതികളെ കുടുക്കിയതും. പണവും ശക്തിയുമുണ്ടെങ്കിൽ നിയമത്തെ വരെ സ്വാധീനിക്കാമെന്ന ചില നിഗൂഢ താല്പര്യങ്ങൾക്കെതിരെയുള്ള ഒരു മാതൃകയാണ് മോഷ്ടാവായ രാജു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.